ഞാൻ 18 വയസ്സ് വരെ ഞാൻ വളർത്തിയവിടല്ലേ. എനിക്ക് ജീവിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. എൻ്റെ പൊന്നുമോളെ കൂടെ എനിക്ക് പോകണമെന്നുള്ള ഒരൊറ്റ ചിന്തയിൽ പതിനെട്ട് വയസ്സ് വരെ പോറ്റി വളർത്തിയ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഇറങ്ങിയോടാൻ നിൽക്കുന്ന പെൺമക്കൾ ശ്രദ്ധിക്കുക. 11 മാസം മുമ്പാണ് തിരുവനന്തപുരം ഒറ്റൂർ മൂങ്ങോട് പേരേറ്റിൽ കാട്ടിൽ വീട്ടിൽ ലക്ഷ്മി കാമുകൻ കിരണിനൊപ്പം വീട് വിട്ട് ഇറങ്ങിപ്പോയത്. അന്ന് ലക്ഷ്മിക്ക് 18 വയസ്സ്. തൻ്റെ വീട്ടുകാരേക്കാൾ അവൾ കിരണിനെ സ്നേഹിച്ചു. അവൻ്റെ മോഹവാഗ്ദാനങ്ങളിൽ അവൾ വീഴുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ലക്ഷ്മി തിരിച്ചറിഞ്ഞു താൻ വീണത് വലിയ ചതിക്കുഴിയിലാണെന്ന്. ഡ്രൈവറായ ഭർത്താവ് പല സ്ത്രീകളുമായി അവിഹിത ബന്ധം പുലർത്തിയിരുന്നതായി ലക്ഷ്മി കോളേജിലെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ലക്ഷ്മിക്ക് കഴിക്കാൻ ആഹാരമോ ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളോ ലഭിച്ചിരുന്നില്ലെന്ന് സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. പേരേറ്റിൽ ശങ്കരമുക്കിന് സമീപത്തെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ലക്ഷ്മി 1.5 മാസം ഗർഭിണിയായിരുന്നു. ലക്ഷ്മിയുടെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായിട്ട് ഇപ്പോൾ ലക്ഷ്മിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും മിണ്ടുകയും സഹകരിക്കുകയൊക്കെ ചെയ്യും. അവളെ കൂട്ടുകാരെ ആമ്പിള്ളരെ കൂട്ടി വായിക്കും. നീ ഇതിനാണ് ഇവിടെ നിന്ന് പോണത്, നിൻ്റെ അമ്മ നല്ലതാണ്, നിൻ്റെ അച്ഛൻ നല്ലതാണ്, നമ്മളെ അതിനെക്കുറിച്ച് സംസാരിച്ചാണ് എൻ്റെ കൊച്ചിനെ ദേഹോപദ്രവം ചെയ്യുന്നത്. അവളടിക്കും. ഈ നാത്തു എന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നിട്ടുണ്ടോ അന്ന് അവിടെ അടിയും ഈ മരിക്കുന്നതിൻ്റെന്നും ഇവളവിടെ വരും. എന്നിട്ട് മേഡം നമുക്ക് എല്ലാം സഹിക്കാം, തിന്നാൻ തീറ്റി കൊടുക്കൂലെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ച് തൊണ്ട് കണക്കിരിക്കുന്ന ഒരു കൊച്ചാണ്. ഫോട്ടോ അവിടെ ഇറയത്തിരിപ്പുണ്ട്, അവളെ യഥാർത്ഥ ഫോട്ടോ. തൊണ്ട് കണക്കിരിക്കുന്ന 18 വയസ്സെന്ന് അവളെ കണ്ടാൽ പറയുന്നു. 80 കിലോ ഉണ്ട് അവൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ, 80 കിലോ. ഇന്നലെ മെനിങ്ങാന്ന് ഇവിടെ ഒന്ന് കിടത്തിയ മേഡം എൻ്റെ മോളാണെന്ന് പോലും എനിക്കറിയാൻ വയ്യാത്ത ഒരു ഗതിയിൽ ഇവിടെ വന്നു. ഇങ്ങേറ്റം ഒരു വാടി വസ്ത്രം പോലും എൻ്റെ കൊച്ചിന് മേടിച്ച് കൊടുത്തിട്ടില്ല. ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് മുഷിഞ്ഞ വേഷത്തിൽ പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരവസ്ഥയാണെന്ന് എന്നെ അറിയിച്ചില്ല ആരും. ഞാൻ പോയി കൊണ്ടുവന്നല്ലേ എൻ്റെ മോളെ. ഞാൻ ഇല്ല, നമ്മൾ പോയിട്ട് ഇപ്പം മരിച്ചതിന് ശേഷം കോളേജിൽ നിന്ന് കൊച്ചുങ്ങൾ വന്ന്, അതിന് മുമ്പായിട്ട് പാരിപ്പള്ളിയുള്ള ഒരു കൊച്ചവളവിടെ പഠിച്ചത്. ആ കൊച്ച് പ്രസവിച്ചപ്പോൾ അവരും ഇങ്ങനെ ഇറങ്ങിപ്പോയൊരു കൊച്ചാണ്. അപ്പം ആ കൊച്ചിനെ സ്നേഹിച്ച് പോയതാണ്. അപ്പം ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരെ വീട്ടിൽ ചെന്നവളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, അപ്പം 3 മാസമായ പറഞ്ഞിട്ട് അവർ പോലും എൻ്റെ അടുത്തൊരു വാക്ക് എന്നെ അറിയിച്ചില്ല മേഡം. അറിയിച്ചെങ്കിൽ ഞാൻ കൊണ്ടുവന്നാനെ. അവർ പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ നമ്മളെ അവൾക്ക് പേടിയായി ഇരിക്കുകയാണ്. അച്ഛനെയും അമ്മേനെയും ചേച്ചീനെയും നമ്മൾ ആ രീതിയിൽ പറഞ്ഞിതാക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ കൊച്ചിനെ. അപ്പം നമ്മളെ സഹകരിക്കാൻ അവർ സമ്മതിക്കൂല. പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് ആ സമയത്തും ഉപദ്രവവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അവള് പിന്നെ ഗർഭിണിയാണെന്ന് ഈ കാർഡിട്ട് നോക്കാൻ പറയുമല്ലോ. കാർഡിട്ട് നോക്കാൻ അവൾ 50 രൂപ ചോദിച്ചിട്ട് പോലും 50 രൂപ കൊടുത്തില്ല. ഞാൻ ഡേറ്റ് മാറി ചേട്ടാ, എനിക്കിതിട്ട് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞ്. ഈ കോളേജിലെ കൊച്ചുങ്ങളാണ് കാർഡ് മേടിച്ചിട്ട് ആഹാരവും കൊടുത്ത് വണ്ടിക്കൂലിയും പഠിക്കാൻ കൊടുത്ത് വിട്ട് എൻ്റെ കൊച്ചിനെ പറഞ്ഞു വിടുന്നത് അവർ. ഈ ലാസ്റ്റ് എക്സാമാണ്. എക്സാം എഴുതാൻ അവളെ വിട്ടില്ല. കോളേജിൽ നിന്ന് കൊച്ചുങ്ങളെ വിളിച്ചാരാ കോൾ അറ്റൻഡ് ചെയ്യൂല. ഇവൻ്റെ കോളാണ്, ഇവൻ്റെ നമ്പരാണ്. നമ്മളെ നമ്പരൊക്കെ അവരെടുത്ത് മാറ്റി. എങ്കിൽ ടീച്ചർ എന്നെ വിളിച്ചനെ, എൻ്റെ നമ്പർ മാറ്റിയിട്ട് ഇവൻ്റെ നമ്പർ കൊടുത്തു. എൻ്റെ നമ്പർ കൊടുക്കാൻ സമ്മതിച്ചില്ലേ, മാറ്റിയാന്ന് അറിഞ്ഞൂടാ. ടീച്ചർക്കൊക്കെ എന്നെ നല്ല പരിചയമാണ്. ടീച്ചർ എന്നെ വിളിച്ചില്ല. പക്ഷേ ഇത് ഒരു കാരണവശാലും ഇത് മരണമല്ല. എൻ്റെ മോൾ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ചൊരു ജോലി വേണം സാറേ. ഞാൻ എൻ്റെ മോൾ ചെയ്യൂല. ഇവർ കൊന്നത് തന്നെയാണ്. സ്വയമായിട്ട് ഒരു മുകളിലത്തെ നിലയിൽ പോയി അവൾ ജന്നലിൽ തൂങ്ങി എന്ന് പറയുന്നു.
പിന്നെ കയറിപ്പോയി കതവടയ്ക്കുമ്പോൾ ഏത് തള്ളന്മാരായാലും സഹോദരിമാരായാലും പെട്ടെന്ന് പോയി കതവ് തുറന്നാത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്ന് നിൽക്കുന്നു. പോയി കതവ് ചവിട്ടി തുറക്കല്. അവർ ചെന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കതവ് തുറന്നപ്പോൾ ജനലിൽ തൂങ്ങി നിൽക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവർ സ്വയം കഴുത്തറുത്ത് കൊണ്ടുപോയി കയറ് അറുത്ത് കൊണ്ടുപോയി ആരെയും ഒരു അയൽ പോലും അവർ അറിയിച്ചിട്ടില്ല. അറിയിക്കാതെ സ്വന്തമായിട്ട് അവൻ്റെ കൂട്ടുകാരെ ആംബുലൻസിൽ വിളിച്ച് എൻ്റെ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി KTCTയിൽ സ്വന്തമായിട്ട്. അവൻ അതിനൊക്കെ ഉള്ള കഴിവുള്ളവൻ. അവൻ ഉണ്ടേണ്. ഈ സഹോദരിമാരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ കൊച്ചിനെ കൊന്നതാണെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ പറയും. അവൾ സ്വയം ചെയ്യൂല. എൻ്റെ മോള് ചെയ്യൂല സാറേ. ഏത് കൂട്ടുകാരെടുത്താ ചോദിച്ചു നോക്ക്, അവൾ ചെയ്യൂലതാ. എൻ്റെ മൂത്ത മോള് നമ്മളെ തന്തേരടുത്തും തള്ളേരടുത്തും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ടീച്ചറാവാനാണ് ആഗ്രഹം. എനിക്ക് പഠിച്ചൊരു ജോലി വേണം. നമുക്ക് ഒരു ബാധ്യതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോള് പറയും, അമ്മ ഞാൻ ഒരു ബാങ്കിൽ ജോലി എല്ലാം ഞാൻ ലൈസൻസ് എടുക്കാനും കൊടുത്ത് പാൻ കാർഡ് എടുക്കാൻ IDFC എന്നുള്ളൊരു ബാങ്കിൽ 35,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാം ശരിയാക്കി എല്ലാം ആയപ്പോൾ ലേണേഴ്സിന് പൈസ അടച്ച് പിന്നെ 12-ാം തീയതി പോണ് 20-ാം തീയതി ലേണേഴ്സാണ്. പോയി ലേണേഴ്സിന് ചെന്നാന്ന് ചോദിച്ചപ്പോൾ ചെന്നെന്ന് പറഞ്ഞു. ആദ്യം സർട്ടിഫിക്കറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ സർട്ടിഫിക്കറ്റ് കണ്ട് ചെന്ന് പാസ്സായി ലൈസൻസും എടുത്ത്. പിന്നെ ആ ബാങ്കിൽ ജോലിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ആ മേഡം എന്നെ വിളിച്ചിരുന്നു, ചേച്ചി ഇങ്ങനെ മോള ഇങ്ങനെ വന്ന് ഞാൻ പറയും കൊടുക്കണ്ടെന്ന് പറയും ജോലി. എന്നിട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ട് ആ ബാങ്കിൽ 5 ലക്ഷം രൂപ ആ മേഡത്തിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ചോദിച്ചു. എന്നെ വിളിച്ചിരുന്നു ആ മേഡം, ചേച്ചി ഇങ്ങനെ ലക്ഷ്മി ചോദിക്കുന്നു, എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് അവരൊക്കെ വീട് വയ്ക്കാൻ 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന്. അപ്പോൾ പറഞ്ഞ് നീ എന്തിന് ആ ലോൺ എടുക്കാൻ, നീ എന്തിന് ലോൺ എടുത്ത് കൊടുക്കുന്നു? നീ നിൻ്റെ അച്ഛനെയും അമ്മേനെയും കളഞ്ഞിട്ട് പോയതല്ലേ, നീ കടമെടുത്ത് ലോൺ എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അവരൊക്കെ വീട് വെക്കണമെങ്കിൽ അവരെടുക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെ ലോൺ കൊടുക്കരുത്, ഒരു ലോൺ കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്തിന് പ്രശ്നം? ഇപ്പം അവൻ ബാത്റൂമും എന്തൊക്കെ ഉണ്ടാക്കുന്ന അവൻ പറഞ്ഞന്ന് എൻ്റെ വീട്ടിൽ വന്ന് പണം മേടിച്ചോണ്ട് ചെല്ലേ. അവരൊക്കെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയത്. എന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്ക് നമ്മൾ ചെയ്യൂല എന്നല്ലേ സാറേ. പക്ഷേ നല്ല രീതിക്കാണെങ്കിൽ നമുക്ക് അവരൊക്കെ വേണ്ടെങ്കിൽ വേണം ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് തരാഞ്ഞെന്ത്, പകുതി കൊന്നിട്ടായാലും ഇവിടെ കൊണ്ടുവന്നിട്ട് തരാഞ്ഞെന്നും ഞാൻ നോക്കൂലായിരുന്നു. വേറെ ആരെയും നോക്കണ്ട. ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ നമ്മൾ തന്തയും തള്ളയും കൂടെ നമ്മൾ വളർത്തിയനെ, ആ കൊച്ചിനെ നമ്മൾ വളർത്തിയെടുത്തനെ. അറിഞ്ഞില്ല, നമ്മളെപ്പോഴാണ് അറിയുന്നത്? ഒരു കാര്യങ്ങളും നമ്മൾ അറിഞ്ഞില്ല. ഈ ശങ്കരമുക്ക് ഇതൊക്കെ ചെയ്യാനാണ് ഇവിടെ നിന്ന് ശങ്കരമുക്കിൽ കൊണ്ടുപോയത്. നമ്മളിവിടെ ഒറ്റൂരായിരുന്നപ്പോഴത്തേക്കും എൻ്റെ സഹോദരൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളാളുകളെല്ലാം അവിടെ ഉണ്ട്. എന്നെ അറിയാവുന്നവർ അറിയുന്നത് എൻ്റെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നമ്മൾ അറിയുന്നത്. അവിടെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഗർഭിണിയായിരുന്നു 1.5 മാസമൊന്നും. അതിനെയും കൊന്നില്ല. അപ്പോൾ അവളെടുത്ത് അബോർഷൻ ചെയ്യാൻ പറഞ്ഞെന്ന്. പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞെന്ന് ഞാൻ അബോർഷൻ ചെയ്യൂല, പിന്നെ ഞാൻ ഇതിന് പ്രസവം പറഞ്ഞെന്ന്. എനിക്ക് വീട് വെച്ചതിൻ്റെ കടമുണ്ട്, ആ കടം തീർന്നിട്ട് നമുക്ക് കൊച്ചുങ്ങൾ മതിയെന്ന് പറഞ്ഞെന്ന് എന്നാണ് അവളെ കൂട്ടുകാരികൾ പറഞ്ഞത്. പക്ഷേ ഇവള് പറഞ്ഞെന്ന് എനിക്ക് പഠിക്കാൻ അബോർഷൻ ചെയ്യണം, ഇവർക്ക് പഠിക്കാൻ പോവണ്ടെന്ന് അവർ വിലക്കിയെന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് മാഡം സംഭവം ഉണ്ടായത്. അവളെ കൂട്ടുകാരി എല്ലാം വന്നപ്പോഴും നമ്മളടുത്ത് പറഞ്ഞാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ അറിയുന്നത്. ഇവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് ഒന്നും ഒരു വാക്ക് നമ്മൾ ഒരൊറ്റ വാക്ക് പറയാം. എൻ്റെ മോൾ അവിടെ ഇങ്ങനെ പ്രശ്നത്തിലാണ്, മൊത്തവും പറയണ്ട, ഇങ്ങനെ പ്രശ്നത്തിലാണ് ഒരു വ്യക്തികൾ നമ്മളടുത്ത് പറഞ്ഞില്ല. ഇല്ല, ബോഡി വന്നപ്പോൾ ആരും വന്നെന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ അവൻ്റെ ആൾക്കാരും ഇവിടെ വന്നില്ല. വരാനൊക്കെ അവിടെ ചെന്ന് ബോഡി വേണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയും. അങ്ങനെ പോലീസുകാർ കൊടുത്തില്ല, പറ്റൂല എന്ന് പറഞ്ഞു. ഇവിടെ വന്നതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അവൻ്റെ ആൾക്കാരൊന്നും വേണ്ടി ഇവിടെ ആരും വന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കണ്ടില്ല. ഇല്ല, ഇതുവരെ അതിനായിരിക്കും സാറന്മാരെ വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ ഇതുവരെ എന്നെ ആരും ഇതുപോലെ ചാനലിൽ നിന്ന് വന്നെന്നുള്ളതേ ഉള്ളൂ.
അവരെന്തൊക്കെ അപവാദങ്ങൾ പറയുന്നെന്നുള്ള ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ എൻ്റെ കൊച്ചിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്. ഇതിന് എന്തിനായാലും ഇനി ഇവളിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങളിപ്പം ഇനിയിപ്പോൾ കേസായിട്ട് തന്നെ മുന്നോട്ട് പോവില്ല. തന്നെ എന്ത് വന്നാലും നമ്മൾ കേസ് മുമ്പോട്ട് പോകാൻ തന്നെ ഇത് വെറുതെ വിടാൻ പോണില്ല സാറേ. എനിക്ക് നഷ്ടപ്പെട്ട് എനിക്കിനി ഞാൻ മണ്ണടിയുന്നത് വരെ എനിക്കിനി ഒരു പെണ്ണാണ്, 2 മക്കളാണ് കാണുന്നുണ്ട്. പക്ഷെ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഇപ്പോഴേ ഇടയ്ക്ക് നമ്മളൊരു മാമൻ്റെ മരുമോള് കണ്ട്, എൻ്റെ ഒരു ചേച്ചി കണ്ട്. അപ്പോൾ അവളെ കണ്ടപ്പോഴത്തേക്ക് സംസാരിക്കാൻ ചെന്നപ്പോഴത്തേക്ക് എന്ത് വലിയമ്മ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോകണമെന്നും പറയുന്നത് കണ്ണങ്ങ് നിറഞ്ഞ്. അപ്പോൾ പറയും നിൻ്റെ ഭർത്താവ് പറയട്ടില്ലേ നമ്മൾ ആളുകളടുത്ത് ആരടുത്ത് സഹകരിക്കരുതെന്ന് പറഞ്ഞ്. ശരി എന്നെ ആൻറ്റി വലിയമ്മ എന്നും പറഞ്ഞും കൊണ്ട് അങ്ങ് പോയി. സുഖം തന്നെയെന്ന് വെച്ച് ചേട്ടത്തി പ്രസവിച്ച് ഒക്കെ പറഞ്ഞ്. കൊച്ചാണാ പെണ്ണാന്ന് ചോദിച്ചാൽ അതുവരെ എൻ്റെ മോൾ അറിഞ്ഞില്ല. ചേച്ചി പ്രസവിച്ച ഗർഭിണിയായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്, അല്ലാതെ അവൾ അറിയുന്നില്ല. പ്രസവിച്ച് പെങ്കൊച്ചാന്ന് ചോദിച്ചു, ആ പെങ്കൊച്ച് എന്നൊക്കെ പറഞ്ഞ് ചരട് കെട്ടിയാന്ന് ചോദിച്ച്. അതിന് ശേഷം ഇപ്പോൾ അവിടെ ഒരു മരണത്തിന് ചെന്ന്, സഞ്ചാനീയത്തിന് ചെന്ന്. അതിൻ്റെ ഒരു കൂട്ടുകാരി ഇന്നലെ വന്നപ്പോൾ പറയട്ടെ ഇപ്പോൾ 3-4 ദിവസമേ അയാൾ അവിടെ വന്നിരുന്ന്. അവൻ്റെ ബന്ധു മരിച്ചപ്പോൾ ചെന്നിരുന്ന്. അങ്ങനെ ആൻറ്റി സുഖം തന്നെയെന്ന് ചോദിച്ചുകൊണ്ട് അവളടുത്ത് വന്ന് പിടിച്ച്. അപ്പം മോളെന്ത് ഇങ്ങനെ ഉണങ്ങിപ്പോയോ എന്തെന്ന് ചോദിച്ചപ്പോൾ അവരടുത്ത് പറഞ്ഞതാണ്, അത് ആൻറ്റി ഞാൻ ഉണങ്ങുന്നതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ വെള്ളം കുടിക്കാതെ കിടക്കുന്നതെന്ന് എൻ്റെ മോൾ ആരടുത്തും പറഞ്ഞിട്ടില്ല. ആരടുത്തെങ്കിലും ഞാൻ പറയാം എടീന്ന് സുഖം തന്നെയെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അങ്ങ് ആക്കിയെന്ന്. ഞാൻ പറയും എന്നാലെങ്കിലും നിനക്ക് എന്നെ ഒന്ന് അറിയിച്ചുകൂടായിരുന്നു ഇങ്ങനെ ഓയിലൊരു. അപ്പം പറയണം ആ ഓയിൽ എനിക്കൊരു സംശയം പോലെ തോന്നി. എന്നിട്ട് ഞാൻ പറയും നീ ഇപ്പം പറയുന്നില്ലടി, നീ അന്നെങ്കിലും നീ ഇതിലേ പോണതാണ്. എൻ്റെ അടുത്ത് ഒരുപാട് അമ്മു ഇങ്ങനെ എന്നെ കണ്ടിരുന്നു, ഇങ്ങനെ അവൾക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കോളേജിൽ ഞാൻ പോയേനെ. ഞാൻ എൻ്റെ മോളെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് മനസ്സ് തുറന്നേ വേണം. പക്ഷേ എനിക്ക് പോവാൻ മനസ്സും വന്നില്ല, ഇവനെ പേടിച്ച് പോയതുമില്ല. ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ചെന്നൊരു പ്രശ്നം ആക്കണ്ടെന്ന് പറയേണ്ടാണ് ഞാൻ പോവായിരുന്നത്. എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ ഇരിക്കും. അവളെ ഹെൽത്ത് കാർഡ്, പാസ്ബുക്ക്, ഈ റേഷൻ കാർഡിൻ്റെ കോപ്പിയും കൊണ്ട് ഞാൻ ഇന്നലെ മെനങ്ങാന്ന് കൊച്ചിൻ്റെ ചരട് കെട്ടി ഇന്നലെ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഇല്ല, ഫോൺ വിളിച്ചപ്പോഴത്തേക്കും പിന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ലല്ലേ. അപ്പം എൻ്റെ മോക്കൊരു അനുകമ്പ എൻ്റെ അടുത്ത് വന്ന് കാണും എന്നും പറയുന്നത്. അലമാരി ഇരിക്കണ പൊതിഞ്ഞ് വെച്ചേക്കണവരാരും അറിയാതെ കോളേജിൽ കൊണ്ടു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നതാണ് മേഡം. പക്ഷേ ഇതൊന്നും നടന്നു. ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് കണ്ടവരാരെയും മുഖം കൊടുക്കൂലേ അവള്. കാര്യം നമ്മളറിയൂലേ. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഈ കൂട്ടുകാരി പാരിപ്പള്ളിയുള്ള കൊച്ചിൻ്റെ അടുത്ത് ചെന്ന് അതിനെ ചെവിക്കല്ലിനടിച്ച് 5 വിരലും പതിഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ ചെല്ലുന്നത്. ചെന്നപ്പോഴത്തേക്ക് ആ കൊച്ച് പോലീസിന് മൊഴി കൊടുത്തെന്ന് പറഞ്ഞു. ആ കൊച്ച് അവിടെ ചെന്നപ്പോൾ പറഞ്ഞെന്ന്, പിന്നെ എടി നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം, നമുക്ക് നീ വാ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ പറയൂ അത് പിന്നെ എൻ്റെ ചേട്ടനും പോലീസ് പിടിച്ചോണ്ട് പോകില്ലേ, പിന്നെ എനിക്കത് പ്രശ്നമാവൂലേടി, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞെന്ന്. അപ്പോൾ കാണാം എവൻ വിളിക്കുന്നെന്ന്. എവൻ വിളിച്ചിട്ട് പറയുന്നത് അമ്മയ്ക്ക് BP കൂടി തല കറങ്ങി വീണ് നീങ്ങി വാന്ന് പറഞ്ഞ്. അവൾ അപ്പോഴേ പോയി. ഇവിടെ നിന്ന് അടിയും കൊണ്ടും പോയോളാണ്. അപ്പം അവൻ അതിൽ വെച്ച് അറിഞ്ഞൂടെ അവൻ്റെ കൂടെ എന്തുമാത്രം സ്നേഹം ഉണ്ടായിട്ടാണെന്ന്. നമ്മളാണെങ്കിൽ ഒരു ദിവസമെങ്കിലും മാറി നിൽക്കൂലേ, എന്നെ അടിച്ചല്ലോ എന്നും പറഞ്ഞു കണ്ട് മാറിയിരിക്കൂലേ. അവൻ ഒന്നും മനസ്സിലാക്കാഞ്ഞെന്ത്. വർക്കല.